ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കുഞ്ഞാറ്റത് എണീറ്റതേ ആളാകെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാശി പിടിച്ചിട്ട് അതാ അച്ഛൻ എടുത്തുകൊണ്ട് നടക്കുന്നു കേട്ടോ. അപ്പോൾ അവളൊരു വഴിക്കും അവൾ നിലയ്ക്കുന്നേ ഇല്ല കേട്ടോ. കരച്ചിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒരു വിധമൊക്കെ അങ്ങനെ അപ്പിച്ച് രാശേട്ടൻ അങ്ങനെ കുളിച്ച് റെഡിയൊക്കെ ആയി വന്നപ്പോഴത്തേനും അച്ഛൻ്റെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞ് അവളും പുറപ്പെട്ടു. അപ്പോൾ അവളെയും ഞാൻ ഒരുക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ വേറെ എങ്ങോട്ടും അല്ല, താഴത്തേക്ക് തന്നെ കേട്ടോ. താഴത്തെ കുറച്ച് നേരം അതിനൊക്കെ ഒന്ന് കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവളും റെഡിയായിട്ട് പോയിട്ടുണ്ടേ. അപ്പോൾ ഇനി ആൾ വരുമ്പോഴത്തേനും ഇനി നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കണം. അവൾ വാശി പിടിക്കാനൊക്കെ വിശന്നാലേ ഇനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിലും ഒന്നും കഴിക്കില്ല ആൾ. നമ്മളെന്ത് നിർബന്ധിച്ച് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞാനെന്തായാലും ഇനി അലക്കിയെടുക്കാമല്ലോ. ഇനി തലേ ദിവസത്തെ തുണികളും അവളുടെ കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാ അലക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ മുന്നത്തെ വീഡിയോസൊക്കെ നമ്മൾ അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അതുവരെ അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ, മഴയൊക്കെ നമുക്ക് 2-3 മഴയൊക്കെ കിട്ടിയോണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ഇതൊക്കെ ചെടികളൊക്കെ നല്ല വളർന്നിട്ടൊക്കെ, അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അലക്കിയെടുക്കട്ടെ അവൾ വരുമ്പോഴത്തേന് കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ സുഖമാണോ ചേച്ചി, എന്തൊക്കെ വിശേഷം, അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേര് ഫ്രണ്ട്സ് എല്ലാവരും വരും, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതേപോലെ നമ്മൾ ലൈവ് വരാനൊക്കെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലൈവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ലൈവ് ഇടണമെന്ന് പറഞ്ഞ ടൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്താൽ പോലും കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ ചെയ്തെങ്കിൽ കൂടി നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ എത്താനോ അല്ലെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേനും ചിലപ്പോൾ ധോനി ബേബി വാശി പിടിക്കുകയോ കരയുകയും അല്ലെങ്കിൽ ഉറക്കത്തിന് എന്തെങ്കിലും ഉറങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണവരോട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതായി പോയില്ലേ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ലൈവ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് എല്ലാം കൂടി ഒത്തൊരുമിച്ചൊരു ഇത് കിട്ടുന്നത് വെച്ചെങ്കിൽ സമയം കിട്ടുന്ന അല്ലെങ്കിൽ ചാൻസ് കിട്ടുന്നതിന് അനുസരിച്ചാട്ടോ നമ്മൾ ലൈവ് വരാറൊക്കെ. കുറേ പേര് പറഞ്ഞു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയുള്ള ആളുകൾ തന്നെ ഒരുപാട് പേര് കേട്ടോ പറഞ്ഞു, ചേച്ചി ലൈവ് എല്ലാ ദിവസവും വരുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അമ്മായി ഇതാ രാവിലെ ചക്കക്കൂട്ടാൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ധോനി ബേബി ഇതാ പുറത്ത് കളിക്കണു. ഇനി വെള്ളത്തിലുള്ള ബഹളമാണ് കേട്ടോ, വെള്ളത്തിൽ കളിക്കാനുള്ള ബഹളമാണ്. അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് ഇതാ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കി പിന്നെ അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാ കിടത്തി ഉറക്കി. ഞാനിനി ഇതാ പുളി രസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ അങ്ങനെ പുളിയൊക്കെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ഇടുന്നത് കേട്ടോ. കടുകൊക്കെ പൊട്ടി ചെറിയുള്ളിയൊക്കെ തൂമിച്ചിട്ട് നമുക്ക് നല്ല കറിവേപ്പിലൊക്കെ ഞാൻ പറമ്പ് കൂടെയൊക്കെ പോയി തപ്പി തിരഞ്ഞിട്ടാണ് കേട്ടോ ഒരു 2 ഇതിലൊക്കെ കിട്ടിയത്. ഇവിടെയൊക്കെ കറിവേപ്പിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാനിനി ധോനി ബേബി ഉറങ്ങല്ലേ, അവൾ എണീക്കുമ്പോഴത്തേനും ഇനി ഉച്ചയ്ക്ക് ഏട്ടന് എന്തായാലും ഭക്ഷണം കഴിക്കാനൊക്കെ വരും. അപ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവർക്കൊക്കെ കഴിക്കാൻ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും രാജേഷ് ഏട്ടൻ കൂട്ടില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും വേണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ തലേദിവസം കുറച്ച് മാന്തളമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ നൈറ്റിനൊന്നും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അത് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അവരങ്ങനെ അത് കഴിക്കും. അവർ പ്രായമായ ആൾക്കാർ, അവർക്ക് അതൊക്കെ കഴിച്ചിട്ടൊക്കെ ശീലമാണ്. ഞാനും കഴിക്കും കേട്ടോ. എനിക്ക് ചക്ക കൂട്ടാൻ, അതേപോലെ മാങ്ങ ചക്കക്കുരു അങ്ങനെയുള്ള നമ്മുടെ നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിലും തേങ്ങ ഉപയോഗിച്ചിട്ടൊന്നും അധികം കറികൾ വെക്കാറില്ല കേട്ടോ. ഞങ്ങളാണെങ്കിലും ശരി, ഇവരെ ഏട്ടന്മാരോ അല്ലെങ്കിൽ ഏട്ടനോ അങ്ങനെ ഇളയച്ചന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ സാമ്പാർ വെക്കും അല്ലെങ്കിൽ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ വെക്കുകയെന്നല്ലാതെ ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയത്തിമാരും അമ്മയും ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു നാടൻ കറി അല്ലെങ്കിൽ ഒരു മുരിങ്ങ താളിച്ചതോ അല്ലെങ്കിൽ തക്കാളി തിളപ്പിച്ചതോ അങ്ങനെ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് ചെറിയുള്ളിയൊക്കെ തൂമിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ നാടൻ കറികളൊക്കെ കൂട്ടിയിട്ടോ. പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി എന്തെങ്കിലും ഒരു കൂട്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഈ 2 ഐറ്റം കൂട്ടിയിട്ടൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചൊക്കെ ശീലം കേട്ടോ.
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവരൊക്കെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ടായതുകൊണ്ട് എല്ലാവരും ഒക്കെ കഴിച്ച് അങ്ങനെ അവർക്ക് ശീലമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പോട്ടെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതാവുമ്പോഴല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഒരാളുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ കഴിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ല മൂപ്പിച്ച് 2-3-4 വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഞാനിതാ പുളി നല്ല ഒഴിച്ചു, നമ്മളങ്ങനെ തിരുമ്മി ഒഴിച്ച് പാരയാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇടുന്നു കാണാം കേട്ടോ. നമുക്കതൊന്നും ശീലമില്ല, നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ട്. മല്ലിപ്പൊടി ഇട്ടിട്ട് അറിയായല്ല, എനിക്കത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് ആയി വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് പുളിക്കറിയാണ് ഇട്ട് വെക്കുന്നത്. ഇതാകുമ്പോൾ തോനെ ചോറും ഉണ്ണും. ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണക്കമീൻ പൊരിച്ചതൊക്കെ ആകുമ്പോൾ എന്താണെന്നറിയോ, അയ്യോ ഭക്ഷണം പോകുന്ന വഴി അറിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് ചോറുണ്ണണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നാലും ചിലപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസിയൊക്കെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ പുളിരസം എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സാധാ ചെറുള്ളിയും കടുകും വറ്റൽമുളകും അതേപോലത്തെ 2 കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂമിച്ചിട്ട് പുളി ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് വാങ്ങി വെച്ചാണ്ടല്ലോ, വേറെ ലെവലാണ് മക്കളെ. അപ്പോൾ ഞാൻ വറുത്ത മീനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് തണുപ്പ് വിടട്ടെ പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി അത് എടുത്തിട്ടൊന്ന് ചൂടാക്കട്ടെ കേട്ടോ. ചൂടാക്കാനായിട്ട് തുള്ളി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് വേണം ഇനി ഏട്ടൻ വരുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ വിളമ്പി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചൂടാക്കി എടുത്തു. അങ്ങനെ ഏട്ടനൊക്കെ എത്തിയതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും കഴിക്കില്ല എന്നറിയാം, എന്നാലും ഞാൻ ചോദിച്ചു ഏട്ടന് ചക്കക്കൂട്ടാൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്, പക്ഷെ ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഞാനും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു കേട്ടോ. ഇനി എന്തായാലും ഞാൻ കുറച്ചെന്തായാലും ചക്കക്കൂട്ടാനൊക്കെ എടുക്കട്ടെ. നമ്മളെന്തായാലും ആ ചക്കക്കൂട്ടാനൊക്കെ കൂട്ടി കുറച്ച് പുളിരസമൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പിടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായി പോയിട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിൽ മോളെ അധികം കാണിച്ചോ എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഓട്ടോമാറ്റിക്കലി അത് യൂട്യൂബ് തന്നെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അത് ഞാൻ റീട്രൈ ചെയ്തിട്ട് വീണ്ടും ഓണാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓഫാക്കിയിട്ടതല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇനി നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ കമൻറ്റ് ബോക്സ് ഓൺ ആവുമ്പോൾ അല്ലെങ്കിൽ ഓണായി കാണുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോസിന് അങ്ങനെ ഇട്ടത് എന്ന് ചിലപ്പോൾ ചോദിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ എല്ലാം അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളെന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് കേട്ടോ. അതെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മോള് വഴക്കിട്ടേനാണോ ഇനി അവൾ പറഞ്ഞേക്കാത്തതിൻ്റെ എന്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് തുളി രസമൊക്കെ ഒഴിച്ച് ഇനി എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും പുതിയ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ലൈക്ക് അടിച്ചിട്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കിനി 3K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി നമ്മുടെ ഫാമിലിയൊക്കെ വലുതായി വരാൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് വേണം കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ആളുടെ ലെവലെന്ന് അറിയില്ല കേട്ടോ. ഈ കുഞ്ഞാറ്റപ്പോൾ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നിൽക്കില്ല ചിലപ്പോൾ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വെറുതെ നമ്മൾ ചോറ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ 1-2 വറ്റൊക്കെ അങ്ങനെ വാരി കഴിക്കും ആൾ കേട്ടോ. അങ്ങനെ കഴിച്ചാന്ന് കുറച്ച് നമ്മളെ തണുത്ത വെള്ളം അങ്ങനെയല്ല തിളപ്പിച്ച് ആറിയ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ വയറ് നിറച്ച് അങ്ങനെ കുടിക്കും കേട്ടോ. 2-3 വറ്റ് വയറ്റി പോയാൽ അതും ഒരു ആശ്വാസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേന് ഇനി ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.